എൻ്റെ പേര് തോമസ് കെ എബ്രഹാം. എൻ്റെ ഭാര്യ ജാൻസി. എനിക്ക് 4 മക്കളുണ്ട്. ഞാനിപ്പോൾ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ബോർഡിൻ്റെ കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതല വഹിക്കുന്നു. മിഷൻ ബോർഡിൻ്റെ ഡയറക്ടറാണ്. തിരുവനന്തപുരവും നിലമ്പൂരും സെൻറ്ററിൻ്റെ ചുമതലയും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ, ബാല്യകാലത്തെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് വിവരിക്കുമോ? എൻ്റെ ബാല്യകാലം എൻ്റെ സ്വന്തം ദേശം ആലപ്പുഴ ജില്ലയിൽ വെളിയനാടെന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കുടുംബം. കുന്നുപറമ്പിൽ എന്ന് പറയപ്പെടും. KP എബ്രഹാമിൻ്റെയും ബേബി അബ്രഹാമിൻ്റെയും 5 മക്കളിൽ 4-മനാണ് ഞാനവിടെ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ക്നാനായ സമുദായത്തിലാണ്. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ബാല്യകാലത്തിൽ തന്നെ എനിക്ക് പള്ളിയുമായിട്ട് ഭയങ്കര സ്നേഹബന്ധമായിരുന്നു. കാരണം എനിക്കൊരു അച്ഛനാകണമെന്ന് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ അമ്മ വീടാകുന്ന വെൺപാലയിൽ താമസിക്കുവാനായിട്ട് ചില വർഷങ്ങൾ അവിടെ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ തെങ്ങേലിലുള്ള മണലിത്തറ അച്ഛനെന്ന് പറയുന്ന അച്ഛൻ്റെ ഒരാരാധനയിൽ ആ പള്ളിയിൽ പലപ്പോഴും കടന്നു പോകുമ്പം എനിക്കന്ന് 10 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് അച്ഛൻ്റെ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടപ്പം എനിക്ക് ഒന്നുകൂടെ താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ 10 വയസ്സുള്ള സമയത്ത് കൂടുതൽ പ്രാർത്ഥിപ്പാനായിട്ടും രാത്രി എഴുന്നേറ്റ് 12 മണി സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ശേഷം ദൈവത്തിൻ്റെ ഒരാത്മാവിൽ ഒരു പ്രവൃത്തി എനിക്ക് വെളിപ്പെടുന്നത് മനസ്സിലാക്കാനിടയായി തീർന്നു. ഞാൻ ഒത്തിരി സ്വപ്നങ്ങൾ കാണുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. ദൈവം എന്നെ ഒത്തിരി സ്വപ്നങ്ങൾ കാണിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ തിരുമേനി വന്നൊരു കുർബാന ചൊല്ലുന്ന സമയത്ത് ആ ശബ്ദം എന്നെ വല്ലാതെ ആകർഷിച്ചു. അന്നുപോലെ ഞാൻ ആഗ്രഹിക്കും അച്ഛനേക്കാൾ ഉപരി തിരുമേനിയാകണമെന്നാണ് നല്ലതെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അങ്ങനെ ചൊല്ലിപ്പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടും. അപ്പോൾ ഞാൻ പാട്ട് പാടുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാർ ചിലപ്പം ചോദിക്കും ഇത്രയും ശബ്ദത്തിൽ എൻ്റെ ചില ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഞാനീ കേൾക്കുമ്പോൾ എനിക്കത് വലിയ ഇമ്പമായി തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഇങ്ങനെയുള്ള ശബ്ദം ചെറുപ്പത്തിൽ എനിക്ക് വലിയ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉറക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ബാല്യകാലത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം സൺഡേ സ്കൂളിലും മുന്നോട്ട് പോയി. പിന്നെ യൗവനത്തിലേക്ക് പ്രവേശിച്ചു. യൗവനക്കാരനായപ്പോൾ ഞാൻ വെമ്പാല എന്നുള്ളത് എൻ്റെ വെളിയനാട്ടോട്ട് തന്നെ മാറി. സ്കൂളിൽ പോവുകയും എനിക്ക് പള്ളിയിൽ പോകുമ്പോൾ അതിരാവിലെ ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് ആദ്യമേ പോയി പള്ളിയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ചെല്ലണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഭയങ്കര അതുകൊണ്ട് പാട്ട് പാടാനും കൊയറിലെ കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെയും എൻ്റെ യൗവനകാലത്തിൽ തന്നെ എനിക്ക് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പല ആത്മീയ കാര്യങ്ങൾക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഞങ്ങളുടെ വീട്ടിലാണേലും പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാൻ മുൻകൈ എടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കറ്റോട്ടുള്ള മണലിത്തറ പാറയ്ക്കാമണ്ണിലച്ഛനും അതുപോലെയുള്ള ചില ഉപദേശിമാരും ഒക്കെ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് പല കാര്യങ്ങൾ ശുശ്രൂഷയൊക്കെ നടത്തുന്ന കാലഘട്ടമാണ്. അങ്ങനെ ആ സമയത്താണ് എനിക്ക് പള്ളിയിലെ കാര്യങ്ങൾ ഇഷ്ടമാണ്. പിന്നെ യൗവനകാലമായിരുന്നുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. അങ്ങനെ രാഷ്ട്രീയ കാര്യത്തിലെ ഒരു പാർട്ടിയുടെ ചുമതലയൊക്കെ വഹിപ്പാനും പല പ്രാവശ്യം അടിയും വെട്ടും കുത്തും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഒരു വശത്ത് ആത്മീയമുണ്ട്, മറുവശത്തിൽ ലോകത്തിൻ്റെ കാര്യങ്ങളുണ്ട്. എന്നാൽ വലിയ പാപം ചെയ്യാനായിട്ട് അധികം വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എപ്പോഴും എൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ളൊരു സ്നേഹമുണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്താണ് 1982 ആയപ്പോഴത്തേക്ക് പാറയ്ക്കാമണ്ണിലച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വന്ന് ഒരു പ്രസംഗം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം 40-ാം സങ്കീർത്തനം അദ്ദേഹം പ്രസംഗിക്കുമ്പം നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറിനെയും കുറിച്ച് സംസാരിച്ചു. നാശകരമായ കുഴിയും കുഴഞ്ഞ ചേറിനെക്കുറിച്ച് പറഞ്ഞേച്ച് പാവത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ചോദിച്ചു ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിക്കാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം കണ്ണുകളടച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഞാനിപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നരകത്തിലേ പോകത്തുള്ളൂ എന്ന് മനസ്സിലായി. ആ ചിന്ത എന്നെ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് നരകത്തിൽ പോകണ്ട, എന്തായാലും എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ എന്നോട് ആരോ പറയുന്ന പോലെ തോന്നി, നിനക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, നിൻ്റെ കയ്യിലിരിപ്പൊന്നും ശരിയല്ലെന്ന് തോന്നി. ഇത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ അനുഭവം ഉണ്ടായത്? എനിക്ക് 27-ാമത്തെ വയസ്സിലാണ് ഞാൻ പള്ളിയിൽ വെച്ച് ഈ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ. ആ സമയത്താണ് പാറയ്ക്കാമണ്ണിൽ അച്ഛൻ പള്ളിയിൽ വരുന്നത്. പാറയ്ക്കാമണ്ണിൽ അച്ഛൻ വന്ന് പ്രസംഗിക്കുന്ന ആ സമയം.
അപ്പോൾ അതിനിടയിൽ എനിക്ക് ജോലിയുണ്ട്. ഞാൻ ബോയിലർ ഓപ്പറേറ്റിംഗ് പഠിച്ചതാണ്. എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, വെളിയനായിട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പം തന്നെ ജോലിക്കും പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആത്മീയ കാര്യം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പള്ളിയിലെ പ്രസംഗം കേട്ടപ്പം പാപബോധമുണ്ടായി. നരകത്തിൽ പോകണം, എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ള ചിന്ത മനസ്സിൽ വന്നു. അപ്പോൾ അങ്ങനെ ഈ പള്ളിയിലിരിക്കുമ്പം തന്നെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷവനായി മാറിയതിൻ്റെ കാരണം ഇപ്പം ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകും. അപ്പോൾ എനിക്കൊരു 10-20 കൂട്ടുകാരെ പള്ളിയിൽ തന്നെയുണ്ട്. കാരണം ഞങ്ങളുടെ ഇടവകയെന്ന് പറയുന്നത് 600ഓളം ഇടവകയുള്ള സ്തേഫാനോസ് വലിയ പള്ളി എന്നാണ് വെളിയനാട്ടെ പള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അന്ന് ഞാൻ അന്നേരം തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് മറ്റേ കൂട്ടുകാരുമായിട്ട് കൂടിയ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ മറ്റ് ലോകകാര്യങ്ങളൊക്കെ പറയപ്പോഴും സ്വർഗത്തിൽ പോകേണ്ടതായതുകൊണ്ട് ഇനി എനിക്കത് പറ്റുകയില്ലെന്നുള്ള ബോധം കൊണ്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോയി. ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നു. ഞാൻ വൈകിട്ടത്തെ ആഹാരം കഴിച്ച് കഴിഞ്ഞ് എൻ്റെ ഉള്ളം പറയുകയാണ് ബൈബിൾ വായരെന്ന് പറയും. അപ്പോൾ ഞാനൊന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. മത്തായി എഴുതിയ സുവിശേഷം ആരംഭം വായിച്ചപ്പം അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്നും, അല്ല അബ്രഹാം മുതൽ ദാവീദിനെ ജനിപ്പിച്ചു, അങ്ങനെ യേശു ജനിച്ചു എന്നുള്ളത് വായിച്ചപ്പോൾ ചരിത്രം ആദ്യം കൊണ്ട് മനസ്സിലായില്ല. എങ്കിലും വായിക്കാൻ മനസ്സ് പറഞ്ഞുകൊണ്ട് പിന്നെ 10-22 വാക്യമൊക്കെ ആയപ്പോഴത്തേക്ക് യേശു ജനിച്ച കഥയൊക്കെ വന്നു. അതിനു മുമ്പ് കുറേ പാരമ്പര്യ ചരിത്രമാണ്, നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യമാണ്. പക്ഷെ പിന്നെ അത് മനസ്സിലായത് എഴുതിയിരിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് വായിക്കണമെന്നുള്ള ഇൻട്രസ്റ്റ് വന്നു. അതങ്ങ് വായിച്ച് രാത്രി ഉറക്കമില്ലാതിരും ബൈബിൾ വായിക്കുകയാണ്. അങ്ങനെ എനിക്കൊരു ഞങ്ങളുടെ രാത്രി അമ്മ പറഞ്ഞു, എടാ രാത്രി കുറേ നേരമായില്ലേ, നീ ലൈറ്റ് ഓഫ് കിടന്ന് ഉറങ്ങടാന്ന് പറഞ്ഞു. അപ്പം കിടന്നുറങ്ങി. എനിക്ക് വെളുപ്പിനെ തന്നെ എന്നെ ആരോ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ഇതൊരു വെള്ളിയാഴ്ച സംഭവം, ഞാൻ രക്ഷിക്കപ്പെടുന്ന ഈ പള്ളി വെച്ചുള്ള അനുഭവം. അപ്പോൾ ശനിയാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഈ ബൈബിൾ മുഴുവൻ വായിച്ച് തീർത്തു. എന്ന് പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷം കംപ്ലീറ്റ് വായിച്ചു. മത്തായി എഴുതിയ സുവിശേഷം കംപ്ലീറ്റ് വായിച്ചപ്പോൾ അവസാനത്തെ വാക്യം എന്നോട് ഇടപെട്ടു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ കാണും എന്നുള്ള വാക്യം. അപ്പം അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പോയി വിശ്വസിച്ച് സ്നാനപ്പെടുത്തണം, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം എന്നൊക്കെയുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് വെള്ളം കോരാൻ വരും, ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കോരാൻ വരും. അപ്പം ഞാൻ രാവിലെ വന്നവരോടെല്ലാം പറയാൻ തുടങ്ങി, ഞാൻ മരിച്ചു കേട്ടോ, ഞാൻ മരിക്കാൻ പോവാ കേട്ടോ. അവർ ചോദിച്ചു, നീ എന്നാടെ പറയുന്നത്? അല്ല, ഞാൻ മരിക്കാൻ പോവാ. അപ്പം ഇവർക്കെല്ലാം അതിശയം പോലെ, എനിക്ക് എന്താണെന്നറിയത്തില്ല. അപ്പം ഞാൻ എല്ലാവരോടും എങ്ങനെയാണ് പറയുന്നത്, ഞാൻ മരിക്കാൻ പോവാന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞു, നിങ്ങൾ പറയുന്ന, അപ്പം അവർ ചോദിച്ചു, നീ എന്നെ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ മരിച്ചാലല്ലോ സ്വർഗത്തിൽ പോകാനൊക്കത്തുള്ളൂ, മരിച്ചവരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് എനിക്കറിയാൻ മേലാതെ എന്തോ ഞാൻ ഇവരോട് ഇങ്ങനെ പറയുകയാണ്. വീട്ടിൽ വന്നവരോടെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപത്തിൽ മരിച്ചു എന്നുള്ള നിലയിലാണ് ഇവരോട് പറഞ്ഞത്. ഞാൻ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം ഈ നിലകളിൽ ഇങ്ങനെ അവരോട് എന്തോ അന്ന് കറക്റ്റായിട്ട് എനിക്കതിനെക്കുറിച്ച് ഒരു മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ വെള്ളിയാഴ്ച ശനിയാഴ്ച ബൈബിൾ പിന്നെ ഇരുന്ന് വായിച്ചു. ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞ് എനിക്ക് അങ്ങനെ വേറൊരു മനുഷ്യനായിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത്. പള്ളിയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പള്ളി കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ പള്ളിയിലോട്ട് പോകുമ്പം തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി. പള്ളിയിലെ കഴിഞ്ഞോടം തന്നെ ഞാൻ കുർബാന കഴിഞ്ഞാണ് അച്ഛൻ സംസാരിക്കാനായിട്ട് ഞാൻ അച്ഛൻ്റെ അടുക്കലാണ് ചെല്ലുന്നത്. ഫസ്റ്റിലെ ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് ഇരിക്കാമെന്നാണല്ലോ. അപ്പം നമ്മൾ ആരെയും ചേർക്കുന്നില്ലല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് അച്ഛനോട് സംസാരിച്ചു. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ബൈബിളിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണും, നമ്മുടേതായ ഒരു പാരമ്പര്യവും ചിന്താഗതികളും ഒക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ബാക്കിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ സമയം പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത് സൺഡേ സ്കൂളിൻ്റെ. അത് കഴിഞ്ഞ് സൺഡേ സ്കൂളിൻ്റെ ക്ലാസ് തുടങ്ങാറായപ്പോൾ ഞാൻ നേരെ ക്ലാസ്സിലോട്ട് പോയി, പഠിപ്പിക്കാൻ പോയി. പഠിപ്പീര് കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെയും കുറച്ച് സമയമുണ്ടല്ലോ കൂട്ടുകാരോട് വർത്തമാനം പറയാതിരിക്കാൻ, ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഇറങ്ങി നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഞാൻ വീട്ടിലെ കാര്യങ്ങളിൽ, കാരണം കൂട്ടുകാരും രാഷ്ട്രീയമായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിച്ചത്. ഈ ദൈവിക അനുഭവം ഈ പള്ളിയിൽ വെച്ചുണ്ടായപ്പോൾ മുതൽ തന്നെ ഒരു വലിയ രൂപാന്തരം പാസ്റ്റർ ലൈഫിലുണ്ടായി. അത് ശരിക്കും ഒരു മനുഷ്യൻ ക്രിസ്തുവിനെങ്കിലേക്ക് അടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അവനിൽ വരുന്ന രൂപാന്തരം.
അതിനെക്കുറിച്ച് എന്തുവാണ് പാസ്റ്റർ? ഇത് എനിക്ക് ഇപ്പം നമ്മൾ വിശ്വാസത്തിലല്ലേ ബന്ധുക്കോസിൽ വന്നു കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുക എന്നൊക്കെ ആളുകൾ പറയുമ്പം ഇതൊക്കെ പറയുന്നെങ്കിലും എനിക്ക് പള്ളിയിൽ വെച്ച് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെ നിന്ന് പാപം ഏറ്റു പറഞ്ഞു. പള്ളിക്കകത്തിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമെന്ന് ഏറ്റു പറയുമ്പം ഞാൻ സ്ക്രീനിൽ അതിൻ്റെ പാവങ്ങളെല്ലാം കണ്ടു. അപ്പം ഞാനിങ്ങനെ ക്ഷമിക്കണേ പാവങ്ങളെയെല്ലാം ദൈവം കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ക്ഷമിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം അന്നേരം തന്നെ എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് ആ പാപവും പോയ കൂട്ടത്തിൽ നിരാശയും സങ്കടവും ഭയവും വേദനയും ദുഃഖവും എല്ലാം മാറിപ്പോയിട്ട് ഒരു സന്തോഷം എന്നിൽ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സന്തോഷം ഇന്നും എന്നിൽ തന്നെ ഉണ്ട്. കാരണം അത് അനുഭവിച്ചറിയുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ, യഥാർത്ഥമായിട്ടും അത് നമ്മുടെ ഉള്ളിൽ വരുമ്പം. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ പിറ്റേ ആഴ്ച എങ്ങും ഞാൻ പോകത്തില്ല. ഞാൻ പെരക്കാതിരുന്ന് ബൈബിൾ വായനയാണ് എൻ്റെ വായന. ഞാൻ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസായിട്ട് ബൈബിൾ വായിക്കുകയാണ്. പേരയ്ക്ക് ആഹാരം കഴിക്കും, പുറത്തോട്ടിറങ്ങും, വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, പിന്നെ പോയിരുന്ന് ബൈബിൾ വായിക്കും. അങ്ങനെ വായിക്കാനായിട്ട് പോകുമ്പം ഞാൻ ഗലാത്യ ലേഖനം വരെ വായിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പിറ്റേ ഞായറാഴ്ച ആയപ്പോൾ ഞാൻ ഗലാത്യ ലേഖനത്തിലെത്തി. ഒരാഴ്ച കൊണ്ട്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്തു, എടാ ഇങ്ങനൊരു കാര്യം ബൈബിളിലുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ആഴ്ചയിൽ കുറേ സംഭവങ്ങൾ നടന്നു. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മരിക്കണം എന്നുള്ള ഒരു ചിന്ത, അത് ഈ ആത്മഹത്യയല്ല, എന്തോ എൻ്റെ മനസ്സുകൊണ്ട് പറയാണ് മരിക്കും എന്നൊരു ചിന്ത എന്തോ. അപ്പോൾ ഞാൻ എന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നവരോടെല്ലാം, ഞാൻ വെള്ളം കോരാൻ വരുന്നവരോടെല്ലാം പിന്നെ ഇത് പറയും. ഞാൻ അവിടെ നിന്നൊരു തെങ്ങ്, ഞങ്ങളുടെ മണ്ട പോയൊരു തെങ്ങ് നിൽപ്പുണ്ടായത് ഞങ്ങളുടെ പറമ്പിൽ. ഞാൻ ആ തെങ്ങ് കംപ്ലീറ്റ് വെട്ടിയിട്ട് മുറിച്ച് കീറി അടുക്കി വെച്ചു. അപ്പോൾ ഓരോരുത്തർ വെച്ച് എന്നാ, ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പം സദ്യ വെക്കണമല്ലോ, അതിനുള്ള വിറകിനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കെല്ലാം എന്തോ ഒരു ചിന്തയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ വിറകെല്ലാം കീറി വെച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് അരി അരയ്ക്കുകയാണ്, അരകല്ലിൽ ഈ മറ്റേ ഉരലിൽ ഇങ്ങനെ അരയ്ക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടത്തിയമ്മേ, ഞാനിവിടെ വന്ന് സഹായിക്കാം, ഞാൻ ഇനി മരിച്ചു പോയി കഴിയുമ്പം ഓർക്കണമല്ലോ, തോമസ് കുട്ടി എന്നെ അവിടെ വീട്ടിൽ നിന്ന് തോമസ് കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്, തോമസ് കുട്ടി ചേട്ടത്തിയെ സഹായിച്ചു എന്ന് ഒരു ഓർമ്മ കിടക്കട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തെ സഹായിക്കുക. വീട്ടിലെ പശുവിൻ്റെ കാര്യമാണെങ്കിലും തൊഴുത്തിൻ്റെ കാര്യമാണെങ്കിലും പറമ്പിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വാഴയ്ക്ക് വെട്ടിക്കൂട്ടുക, ഇതൊക്കെ ഓരോ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ എന്തോ മരിക്കാൻ പോകുന്ന ഒരു അനുഭവം പോലെ എൻ്റെ മനസ്സും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവരെല്ലാം ആളുകൾ അമ്മയോടൊക്കെ ചെയ്യും, ഇവനെന്നാ, അമ്മ പറയും, എന്നാന്നറിയത്തില്ല, അവനിപ്പോൾ എന്തോ ഒരു വേറൊരു ലോകത്തിൽ കൂടെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഞാൻ പിറ്റേ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റു, പള്ളിയിൽ പോയി. പള്ളിയിലോട്ടാണ് പോകുന്നത്. പള്ളിയിൽ ചെന്നു. അപ്പം കൂട്ടുകാരോട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളിയിലെ കഴിഞ്ഞ ഉടനെ അച്ഛൻ കാപ്പി കുടിക്കുന്നിടത്തോട്ട് ഇരിക്കും. അവിടെ കയറി ചെല്ലാം. കമ്മിറ്റിയിലെ മെമ്പറും പള്ളി സൺഡേ സ്കൂളിലെ അധ്യാപനം കൊയറിലെ ടീമിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൂടെ കയറി ചെല്ലാതുകൊണ്ട് അച്ഛൻ കാപ്പി കുടിക്കുന്നത് കയറിയിരുന്ന് അച്ഛനോട് സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടും പിറ്റേ ആഴ്ച അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ബൈബിളിൽ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അവിടെ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, ആണെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. തന്നെയല്ല നമ്മൾ പള്ളിയിൽ പാടുന്നത് എങ്ങനെയാണ്, പൂവിലെ ശേഷം ദൈവത്താൽ പ്രീതിതരാം സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ പൂതല സ്ലീമേതോളം നല്ല വേങ്കേല്യോൻ കൈക്കൊള്ളോർക്കൊക്കെഴും ഭാഗ്യമിതേന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലേ നമ്മൾ പാടുന്നത്. അപ്പോൾ സകല ജാതികളെയും അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെയും അതിൻ്റെ ബാക്കി പറയാൻ അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ അച്ഛനോട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി സൺഡേ സ്കൂളിൽ പോയി തിരിച്ചു വന്നു. പിന്നെയും മുന്നോട്ട് യാത്ര ചെയ്തു. ഒരാഴ്ചയൂടെ പോയപ്പോഴത്തേക്ക് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ തീറി. പിറ്റേ ആഴ്ച ആയപ്പോഴത്തേക്ക് വെളിപ്പാട് പുസ്തകം ഫുൾ തീർത്തു. അപ്പം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇതിനകത്തൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ടാണ് അടുത്ത ആഴ്ച ഞാൻ പള്ളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച പള്ളിയിൽ ചെന്നു. പഴയതുപോലെ അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അച്ഛനുമായിട്ട് വീട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചില കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ പള്ളി പാടുന്നത് പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴികിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേക്കും സഭയിൻ ശാപം
പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കേട്ടവസാനിപ്പിപ്പോൻ ധന്യൻ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, നിന്നോട് ഏത് പെന്തിക്കോസുകാരനാടാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ പറഞ്ഞു, എന്നോട് പെന്തിക്കോസുകാരൊന്നും പറഞ്ഞതല്ല. കാരണം ഞാൻ പള്ളിയിലെ ബൈബിൾ വായിച്ചതും പാട്ടിൽ കൂടെ എന്നോട് ഇങ്ങനെ പാട്ടുകൾ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ പള്ളിയിലെ കഴിഞ്ഞ സൺഡേ സ്കൂളും കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഒരു പെന്തിക്കോസുകാരുടെ യോഗം നടക്കുന്നുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പെന്തിക്കോസുകാരുടെ യോഗമായെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോയി. അത് പാസ്റ്റർ വി എ തമ്പി, ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ വി എ തമ്പിച്ചായൻ്റെ അവിടെയുള്ള ബന്ധത്തിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയിൽ തമ്പിച്ചാൻ താമസിക്കുന്നിടത്ത് ചെന്നു. അപ്പോൾ തമ്പിച്ചാൻ്റെ കൂടെ അവിടെ ചെന്നപ്പം അവർ കോട്ടയത്തിനടുത്ത് പള്ളവെന്ന് പറയുന്നൊരു സ്ഥലത്താണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ആ പള്ളത്തെ മീറ്റിങ്ങിന് ഞാനും അവരുടെ കൂടെ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു സഹോദരൻ സാക്ഷ്യം പറയുന്നത് കേട്ടു. കൺവെൻഷന് സാക്ഷ്യം പറഞ്ഞു, അനുഭവ സാക്ഷ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇവിടെ 100-100 പേര് ഇരിക്കുന്നു, ഇത്രയും പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണല്ലോ. എന്നാൽ പിന്നെ ഞാൻ ചെന്നിട്ട് തമ്പിച്ചാനോട് ചോദിച്ചു, തമ്പിച്ച ഞാനോടൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പെന്തിക്കോസിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നുള്ളൊരു സന്തോഷം കൊണ്ട് ഞാൻ ചോദിച്ചോ പറഞ്ഞു. പുള്ളിക്ക് 2 കൈ കാണിച്ചേച്ച് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് അവരെനിക്ക് സാക്ഷ്യം പറയാൻ അവസരം നിന്നു. അപ്പം ഞാൻ ആ സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞു, ഞാനിങ്ങനെ പാറയ്ക്കാമണ്ണിലച്ഛൻ്റെ പ്രസംഗം കേട്ട് ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഇവിടെ വെച്ച് ഇത് കേട്ടപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന കാര്യം കേട്ടപ്പോൾ എനിക്കൊരു ബോധ്യപ്പെട്ടു, ഇനി ഒരു ജീവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ പരസ്യമായിട്ട് സാക്ഷ്യം പറയുകയാണ്. ഇനിയും ഞാൻ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് പറയാനായിട്ട് ഇടയെത്തും. അങ്ങനെ സാക്ഷ്യവും കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ചങ്ങനാശ്ശേരി വന്നു. പക്ഷെ ചങ്ങനാശ്ശേരി വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള ബസ്സെല്ലാം അങ്ങ് പോയി. ഞങ്ങൾ കുട്ടനാട്ടിലായതുകൊണ്ട് അന്ന് കിടങ്ങറ വരെയുള്ള ബസ്, അത് 8 മണി വരെയുള്ള ബസ്. ഇവിടെ ഇപ്പോൾ യോഗം എല്ലാം കഴിഞ്ഞപ്പോൾ 9:30 കാരണം പോകാൻ പറ്റിയില്ല. അതൊരു വലിയ അനുഭവം തന്നെയാണ്. കാരണം ചങ്ങനാശ്ശേരി താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പൈസയും കൂടെ കൊണ്ടുവന്ന കാരണം കുറച്ച് സാധനം ഇതെല്ലാം മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ച് സാധനം കൂടെ കടയിലോട്ട് മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പം ഞാനന്ന് പോകാഞ്ഞ കാരണം എനിക്ക് സാധനം മേടിക്കാൻ പറ്റിയില്ല. അത് കാരണം പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ ഞങ്ങളുടെ കടയിൽ നിൽക്കുന്ന ഒരു സഹോദരനെ വീട്ടിൽ വിട്ടിട്ട് പറയടാ, ചങ്ങനാശ്ശേരിൻ്റെ സ്ഥലത്താണ്, നീ പോയി അവനോട് ആ പൈസ മേടിച്ച് സാധനം മേടിച്ചുകൊണ്ട് പോവാ. അപ്പം ഞാൻ രാത്രി ചെല്ലാഞ്ഞതിൻ്റെ ദേഷ്യം കൊണ്ട് പപ്പ അവനോട് പറഞ്ഞു, അവനോട് അവിടെ നിന്നോളാൻ പറ, നീ പോയി കാശ് മേടിച്ചിട്ട് സാധനം മേടിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ അവൻ വെളുപ്പനെ അവിടെ വന്ന് സാധനം മേടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, സാധനം മേടിക്കാൻ കാശ് മേടിച്ചുകൊണ്ട് പോയപ്പം പപ്പ പണ്ട് എക്സ്-മിലിറ്ററി ആയിരുന്നതുകൊണ്ടും ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ എനിക്കറിയാം പപ്പായെ നാട്ടിൽ പകലങ്ങോട്ട് ചെന്നാൽ പിന്നെ വഴക്കൊക്കെ പറയും. മാറ്റുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ വഴക്ക് കേൾക്കട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ തമ്പിച്ചാൻ്റെ അവിടെ തന്നെ അങ്ങ് നിന്നു. പക്ഷെ അതൊരു പ്രയോജനമായിരുന്നു. കാരണം അതുകൊണ്ട് ഒത്തിരി വാക്യങ്ങൾ ചോദിക്കാനും പറയാനും സമയം മെനക്കെടുത്തിയല്ല. തമ്പിച്ചാനോട് കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം തമ്പിച്ചാനോട് പോയപ്പോൾ മറിയാമ്മ ആൻറ്റിയുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ അന്നത്തെ പകലങ്ങ് പോയി. കാരണം സന്ധ്യയായിട്ട് വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ. പക്ഷേ സന്ധ്യാകുന്നതിന് മുമ്പ് തമ്പിച്ചാൻ പറഞ്ഞു, എടാ റാന്നിയിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം, അവിടെ ഒരു സാക്ഷ്യമൊക്കെ പറയാമെന്ന് പറഞ്ഞു. പാസ്റ്റർ സത്യ അന്വേഷണം തുടങ്ങിയത് ബൈബിൾ വായനയിൽ കൂടെയാണ്. ബൈബിൾ വായനയിൽ കൂടെയാണ്. ബൈബിൾ വായനയിൽ കൂടെ കുറേ സത്യങ്ങൾ മനസ്സിലാക്കി പിന്നീട് തമ്പിച്ചാൻ്റെ അടുക്കിലേക്ക് പാസ്റ്റർ വി എ തമ്പിച്ചാൻ്റെ അടുക്കിലേക്ക് പോകുന്നു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ബൈബിൾ വായന ഒത്തിരി കുറഞ്ഞിരിക്കുന്നുണ്ട്. വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരു യുവതലമുറയാണ് നമുക്കുള്ളത്. അവർക്ക് സത്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ബൈബിൾ വായിക്കാൻ വലിയ താല്പര്യം കാണിക്കാത്തൊരു സമൂഹം. അങ്ങനെ സത്യാന്വേഷിക്കുന്നവരോട് പാസ്റ്ററിന് എന്തുവാണ് പറയാനുള്ളത്? സത്യാന്വേഷികളോട് പറയാനുള്ളത്, ബൈബിൾ എന്ന് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ വചനമെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഇപ്പം നമുക്കൊരു സങ്കടമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ ബൈബിൾ എടുത്ത് വായിച്ചാൽ 100% അതിനകത്തൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. പിന്നെ നമ്മൾ പലപ്പോഴും ചിലർ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണുടച്ച് ബൈബിൾ തുറന്നിട്ട് തുറക്കുന്നിടത്ത് വായിച്ചാൽ
നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ബൈബിൾ വായിക്കണം. സ്ഥിരമായി എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും വായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ ആ അധ്യായം വായനയല്ല അവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ദൈവം ഒന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വായിച്ചാൽ ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ സംസാരിക്കും. അപ്പം അങ്ങനെ വചനം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാരണം ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം പള്ളിയിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചു. പുരോഹിതന്മാരുടെ കാര്യം, മധ്യസ്ഥതയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അതിനെല്ലാം ബൈബിളിൽ ഉത്തരം എനിക്ക് കിട്ടി. അപ്പോൾ തീമോഥെയോസിനോട് പറയുന്നുണ്ട്, ഏക മധ്യസ്ഥനേ ഉള്ളൂ, അപ്പം വേറൊരു മധ്യസ്ഥൻ നമുക്കില്ല. പിന്നെ പുരോഹിതന്മാരുടെ കാര്യം പറയുമ്പോഴും നമുക്ക് മഹാപുരോഹിതനായ ക്രിസ്തുവാണ് നമുക്കുള്ളത്, രാജകീയ പുരോഹിത വർഗ്ഗമാണ് നമ്മളെല്ലാവരും എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അന്ന് വൈകിട്ട് ഈ ശനിയാഴ്ച റാന്നിയിലെ കൺവെൻഷന് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാനിവിടെ തമ്പിച്ചാനിവിടെ കൺവെൻഷന് പോയി. അപ്പോൾ രാത്രിയിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സാക്ഷ്യമെല്ലാം പറഞ്ഞു. റാന്നിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രാത്രി ഒരു 12:30 കഴിഞ്ഞ കാരണം അന്നും വീട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പം അത് പിന്നെ ചങ്ങനാശ്ശേരി കിടന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം പറഞ്ഞത് സഭായോഗമാണല്ലോ, സഭായോഗം കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സഭായോഗത്തിന് രാവിലെ എഴുന്നേറ്റപ്പം തമ്പിച്ചാനോട് പറഞ്ഞു, 2 ദിവസമായി ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടേ ഉള്ളൂ, വേറെ ഡ്രസ്സൊന്നും എൻ്റെ ഇല്ല. അപ്പം തമ്പിച്ചാൻ പറഞ്ഞു, ഞാനൊരു ഡ്രസ്സൊക്കെ തരാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പുറകെ ഇരുന്നോളാം. കാരണം നമുക്കൊരു നാണക്കേടല്ലേ വേറൊരു ഡ്രസ്സ് മേടിച്ച് ഇടുന്നെന്നുള്ള നിഞ്ചാഗതിയിൽ ഉള്ളതുകൊണ്ട് പുറകെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുറയിലിരുന്നു. സഭായോഗത്തിന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു. നല്ല പ്രസംഗമൊക്കെ കേട്ടപ്പം ഭയങ്കര സന്തോഷം. കാരണം വചനം പറഞ്ഞിട്ട് വചനം വ്യാഖ്യാനിക്കുന്നത്. അപ്പം നമ്മുടെ പള്ളികളിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ചില കാര്യങ്ങൾ പോകുന്നതാണ്. കുർബാന ചൊല്ലി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ പൊരുളുകൾ അധികം മനസ്സിലാകത്തില്ല. കാരണം ആചാരപ്രകാരം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പോകുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞപ്പോൾ വന്നപ്പോൾ മുതൽ പാട്ടിന് ശേഷം വചനധ്യാനം, സാക്ഷ്യങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങളെല്ലാം കേട്ടപ്പം ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടായി. അങ്ങനെ സഭായോഗം കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ എല്ലാവർക്കും ദൂരെ നിന്ന് വരുന്നവർക്ക് കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പം തമ്പിച്ചാന് എല്ലാവർക്കും കഞ്ഞിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ച്. അപ്പോൾ അന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. 2 ദിവസത്തെ ഉറക്കളിപ്പുണ്ട്, യാത്രാക്ഷീണമുണ്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്കത്തെ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് വീട്ടിൽ പോകാമെന്നുള്ള ധാരണയിലിരിക്കുമ്പോഴാണ് ഉച്ചയായപ്പം കഞ്ഞൂടിയെല്ലാം കഴിഞ്ഞപ്പം പറയാണ്, നീലമ്പേരിൽ ഒരു പരസ്യം നടക്കുന്നുണ്ട്, നമുക്ക് അതിനോട് കൂടിയിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് നീലമ്പേരിലെ പരസ്യത്തിന് പോകാനായിട്ട് ഞങ്ങൾ പോയി. പരസ്യം നടന്നു. പരസ്യത്തിന് ഞാൻ കണ്ടതേ ഉള്ളൂ, പരസ്യം നടക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ അന്ന് വൈകിട്ട് കൊമരങ്കേരിൽ ഒരു കൺവെൻഷൻ കൂടെ ഉണ്ട്. അപ്പോൾ കൊമരങ്കേരി കൺവെൻഷൻ കൂടെ അതിന് സംബന്ധിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് എന്നെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനെ ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും ഒത്തിരി പേര് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ തമ്പിച്ചാൻ്റെ ഉള്ളിൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാക്ഷ്യം പറയുമ്പോൾ ഒത്തിരി പേര് കേൾക്കുമല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്നെ നീലമ്പേരിലും അവിടെ ഈ കൺവെൻഷൻ സ്ഥലത്ത് സാക്ഷ്യം പറയാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാനീ സാക്ഷ്യം പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പള്ളി വെച്ച് ഇങ്ങനെ വായിച്ചു, രക്ഷിക്കപ്പെട്ടു, ഹൃദയത്തിൽ യേശു വന്നു, ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കത്തുള്ളൂ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എൻ്റെ വിഷയം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചാൽ നമുക്കൊരു ധൈര്യവും ഒരു അനുഗ്രഹവും കിട്ടുമെന്നുള്ള ഒരു വലിയ താല്പര്യം എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ അങ്ങനെ രാത്രിയിൽ അവിടുത്തെ 4 മണിക്കൊരു ചായ കുടിച്ചില്ല. കാരണം ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചതേ ഉള്ളൂ. കാരണം 4 മണിക്ക് ചായയും ബണ്ണുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മൈക്ക് കെട്ടാനൊക്കെ ഈ ഇതിലെല്ലാം തെങ്ങയിലെല്ലാം കയറി വന്നത്തെ കൺവെൻഷൻ മൈക്ക് കെട്ടാനൊക്കെ കയറിയതിന് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ചായയും കാപ്പിയെല്ലാം തീർന്നു. വൈകിട്ട് പോകാനുള്ള തിടുക്കം കാണിച്ച കാരണം ഞങ്ങൾക്ക് അവിടുന്ന് ആഹാരം പോലും കഴിക്കാൻ പറ്റിയില്ല ഞായറാഴ്ച രാത്രിയിൽ. അങ്ങനെ രാത്രി ഒരു 11:30 ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. ഇനിയാണ് ഒരു വലിയ ചരിത്രം നടക്കാൻ പോകുന്നത്. അപ്പോൾ അന്നൊന്നും ചരിത്രം എന്നുള്ള ചിന്താഗതിയിലല്ല അവിടോട്ട് പോകുന്നത്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് കയറാമെന്നുള്ള ചിന്തയിലാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ 11:30 ആയപ്പം വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിലെ ഒരു രീതിയുണ്ട്, ലേറ്റായിട്ട് വന്നാൽ പപ്പായെ വിളിച്ച് വേണം വീട്ടിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ വീട്ടിൽ 5 ആമ്പിള്ളേരായിരുന്നുകൊണ്ട് പലരും രാത്രിയിലൊക്കെ എതിലയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അറിയണമല്ലോ താമസിച്ചാരാ ചെന്നെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതുകൊണ്ട് ഞാൻ രാത്രി ഒരു 11:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പപ്പായെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോറ് തുറന്നു പപ്പായ ചോദിച്ചു, എടാ നീ ഇതുവരെ എവിടെയായിരുന്നെന്ന് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയി, എടാ ഒരുത്തൻ പ്രാർത്ഥനയ്ക്ക് പോയച്ച് 2-3 ദിവസത്തേക്കാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, വീട്ടിൽ നിന്നും വരണ്ടടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിൽ വരണം, പക്ഷേ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പം വീണ്ടും 1-2 ദിവസത്തെ പ്രാർത്ഥനയോട് ഉണ്ടാകുന്ന വെച്ചപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും യോഗത്തിനൊക്കെ പോയാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ശാലനേരം ചോദിച്ചാൽ എന്നോട് ചോദിച്ചു, നീ ഇന്ന് നിന്നെ കണ്ടില്ലല്ലോ, നീ പള്ളിയിൽ വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പള്ളിയിലല്ല വന്നത്, ഞാൻ പെന്തിക്കോസ്തായുടെ യോഗത്തിനാണ് കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ അടുത്ത ഞായറാഴ്ചത്തെ നിൻ്റെ പ്രോഗ്രാം എന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പപ്പയുടെ അടുത്ത ഞായറാഴ്ച പെന്തിക്കോസിൽ പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു അടുത്ത ഞായറാഴ്ച നീ പെന്തിക്കോസിൽ പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇപ്പം തന്നെ നീ അങ്ങ് പൊക്കും, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഡോറടച്ചു. അപ്പോൾ ഡോറടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഭയമോ സങ്കടമോ ഒന്നുമല്ല തോന്നിയത്. എൻ്റെ മനസ്സിനകത്ത് ഇവിടെ യെരിഹോവിൻ്റെ കോട്ട ഇടിക്കാവിന് ദൈവത്തിന് കഴിയുമെന്നെങ്കിൽ ഈ വാതിൽ തുറക്കാനാണോ മേലാത്ത് എന്നൊരു ചിന്തയാണ് മനസ്സിൽ തോന്നിയത്. എന്തോ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു. അപ്പം ഞാൻ എന്നെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ അങ്ങോട്ട് ഒരു പാട്ടങ്ങോട്ട് തുടങ്ങി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി എന്നുള്ള പാട്ടങ്ങോട്ട് പാടി. ആ പാട്ടങ്ങോട്ട് തീർന്നോടെ തന്നെ മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലവനില്ലയോ ജയവീരനായി ആ പാട്ടങ്ങോട്ട് തുടങ്ങി. പിന്നെ യേശുവോട് ചേർന്നൊരു പത്രമോദം ഇങ്ങനെ പെരക്ക് ചുറ്റും നടക്കുക. പെരക്ക് ചുറ്റും പാട്ടും പാടി നടക്കുമ്പം ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരെല്ലാം ലൈറ്റ് ഇട്ടു. കാരണം ഞങ്ങളുടെ അവിടെ കുട്ടനാടായതുകൊണ്ട് വെള്ളവും വെള്ളത്തിൻ്റെ ഓളവും ഈ രാത്രിയിലത്തെ അപ്പോഴത്തേക്കൊരു ശബ്ദവും അയൽവക്കക്കാരെല്ലാം ലൈറ്റ് ഇട്ട് ഇവിടെ എന്നാ സംഭവം എന്നറിയത്തില്ല. കാരണം ഞാൻ പെരക്ക് ചുറ്റും പാട്ടും പാടി യെരിഹോവിൻ്റെ കോട്ട ഇടിച്ച ദൈവം ഈ വാതിൽ തുറക്കുമെന്നുള്ള നിലയിലാണ്. എന്തോ എനിക്കറിയത്തില്ല, ഒരു സങ്കടത്തിലല്ല, ആത്മീയ സന്തോഷത്തോടെ ആ സംഭവത്തെ ഓർത്തുകൊണ്ട് നടക്കുക. ഒരു 2 മണിയായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3-4 പാട്ട് പാടി പരക്ക് ചുറ്റും ഞാൻ നടക്കുക. വലിയ ഉറക്കെയാണ് പാടുന്നത്, പതുക്കൊന്നുമില്ല, ഉറക്കെ പാടി അയലൊക്കെക്കാരെല്ലാം ലൈറ്റും ഒക്കെ ഇട്ട് എന്താ സംഭവം എന്നറിയാൻ മേലാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വാതിൽ തുറന്നു. അപ്പോൾ വാതിൽ തുറന്ന സമയത്ത് സംഭവിച്ചതെന്നു വെച്ചാൽ ആദ്യം എൻ്റെ മനസ്സിൽ തോന്നി പപ്പ ഇറങ്ങി വരും, വല്ലതും തല്ലാനുള്ള പരിപാടിയൊക്കെ നോക്കും. കാരണം ഇങ്ങനെയുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ മറഞ്ഞു നിന്നു ഒരു വാഴത്തോപ്പിനകത്തോട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ മെയിൻ ഡോറ്. പക്ഷേ മെയിൻ ഡോറ് തുറന്ന് ഇറങ്ങി വന്നത് അമ്മയാണ്. അമ്മ ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ മുന്നിൽ ഒരു തെങ്ങയിൽ വെറ്റലക്കൊടി കിടപ്പുണ്ട്. അപ്പോൾ വെറ്റലക്കൊടിയിൽ നിന്ന് കുറച്ച് ഇല പറിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക എന്ത് വെറ്റലക്കൊടിയിൽ നിന്ന് ഇലയും പറിച്ചുകൊണ്ട് പോകുന്നത് എന്നാ സംഭവം നോക്കിയപ്പം എൻ്റെ ചേട്ടൻ്റെ മകനെ കട്ടിലേ കിടക്കുന്നത് എനിക്ക് അകത്തൂടെ കാണാം, പുറത്തുനിന്ന് എനിക്ക് കാണാം. പക്ഷെ അവനെ ഇങ്ങനെ തുള്ളി പനിക്കുന്ന പോലെ ശരീരമെല്ലാം വിറച്ച് പനിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ദൈവമേ ഈ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ടാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഇനി കുഞ്ഞിന് വല്ലതും സംഭവിച്ചു പോയാൽ ഞാനാണല്ലോ ഉത്തരവാദി എന്നെൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ ആ പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പം കുഞ്ഞിൻ്റെ പനി മാറുകയാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചോളാം. യേശു എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയുകയും ചെയ്യണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് അപ്പം അങ്ങനെ മനസ്സ് പറയുകയാണ്. അപ്പം ഞാൻ ആ പുറത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് ഇപ്പം ഈ പനി മാറണേ. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പനി പോയി. പക്ഷെ ഇത് എനിക്കേ അറിയത്തുള്ളൂ, അവർക്കറിയത്തില്ല. പുറത്തേക്ക് എനിക്കും മനസ്സിലായി. അപ്പോൾ ഇവരിങ്ങനെ നോക്കി പനി പോയല്ലോ, കൊച്ചൻ്റെ പ്രയാസം മാറിയല്ലോ എന്നവർ പറയുകയാണ്. എന്നുവെച്ചാൽ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ വാതിലടച്ചു. അപ്പം ഞാൻ പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് തുറക്കണമെന്നല്ല പറഞ്ഞല്ലോ, കയറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ കുറ്റം എൻ്റെ ആണല്ലോ, ഞാൻ തുറക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ, കയറ്റണമെന്ന് പറഞ്ഞില്ല. അവർ വാതിലടച്ച് അവർ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചാൽ അവർ കയറി കിടന്നു. അപ്പോൾ പിന്നെ അപ്പോൾ എനിക്ക് പ്രാർത്ഥന കേട്ടല്ലോ, പ്രാർത്ഥന കേട്ട് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സേവിക്കുന്ന ദൈവം വലിയ ദൈവമാണെന്നും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ എനിക്ക് ആ ഭയങ്കരമായിട്ടൊരു ത്രില്ല്, ഒരു മനസ്സിനകത്തൊരു ആത്മാവിൻ്റെ സന്തോഷം ഉണ്ടായി കഴിയുമ്പം അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചു. കാരണം ഈ 2 മണിക്കൂറോളമായി പരക്ക് ചുറ്റും പാട്ടും പാടി നടക്കുക. അപ്പം ഞാൻ കഴിക്കാനൊന്നുമില്ലല്ലോ, വിശക്കും ദാഹമൊക്കെ ഉണ്ട്. അപ്പോൾ തമ്പിച്ചാൻ പ്രാർത്ഥിച്ച കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ നമ്മുടെ കിണറ്റുകരയിലോട്ട് ചെന്നിട്ട് ഒരു തൊട്ടി വെള്ളം കോരി റിങ്ങിൻ്റെ മണ്ടയിലോട്ട് വെച്ചു. ഇവിടെ ഞാൻ 2 കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവ് ഇത് അപ്പവും വീഞ്ഞും ഒന്നും ആകണ്ട, പക്ഷേ എൻ്റെ വിശപ്പും ദാഹവും എല്ലാം പോകണം. എന്നിട്ട് ഞാൻ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടൊരു കൈ കൊണ്ട് കോരി 3-4 കവള് വെള്ളം കോരി കുടിച്ചു.
സഹോദരങ്ങളെ, പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണവും പോയി, എൻ്റെ വിശപ്പും പോയി, എൻ്റെ ദാഹവും പോയി. ഞാനൊരു ഭയങ്കര പവർഫുൾ, കാരണം എന്തോ ഒരു വലിയ വ്യത്യസ്തമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് കർത്താവ് ഇടയാക്കി. അപ്പം ഞാനെന്ന് വെച്ചാൽ തൊട്ടി താഴോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ഉറക്കം പോലും വന്നു. അപ്പം ഞങ്ങളുടെ തിണ്ണയുടെ ഈ മുറ്റത്തെ ഒരു അരപ്രൈസ് പോലൊരു സ്ഥലം കെട്ടിക്കിടപ്പുണ്ട്. അപ്പം ഞാൻ അടുക്കളയുടെ ഭാഗത്തോട്ട് ചെന്നേച്ച് അവിടോട്ട് കയറി, അവിടെ ആ തുണി ഡ്രസ്സൊക്കെ ഉള്ളൂ, അവിടോട്ട് കയറി കിടന്ന് തല വെച്ചപ്പോൾ ഉണ്ട് അവിടെ ഒരു കൊരണ്ടി ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞ യാക്കോബിന് തലവണ കൊടുത്തെന്ന് പറഞ്ഞ പോലെ എനിക്ക് ദൈവം ഒരു കൊരണ്ടി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റപ്പം നേരം വെളുത്തിച്ചിരി കഴിഞ്ഞാൽ എഴുന്നേറ്റ, കാരണം ഇത്രയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കള ഡോർ തുറന്നില്ല അവർ, മെയിൻ ഡോർ തുറന്ന് അവർ പുറത്തിറങ്ങുകയൊക്കെ ചെയ്ത്. ഞാൻ അടുക്കള വാതൊക്കെ കിടക്കുന്നത് കണ്ടോണ്ട് അവിടുന്ന് രാവിലെ പിന്നെ ഞാൻ എഴുന്നേറ്റു, വല്ലതൊക്കെ തേച്ച് ഇങ്ങനെ മുറ്റത്ത് നിൽക്കുക. അപ്പോൾ മുറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പം ഞാൻ പപ്പായുടെ ഫ്രണ്ട് ഡോർ തുറന്നിരിക്കുന്നതുകൊണ്ട് പപ്പായുടെ അടുക്കൽ ചെന്നു. ഞാൻ പപ്പ അവിടെ കസേര ഇരിക്കുക. ഞാൻ അവിടെ ചെന്നു, ഒന്നും മിണ്ടിയില്ല, അവിടെ വാതൊക്കെ പോയി നിന്നു. അപ്പോൾ എന്നോട് പപ്പ ചോദിച്ചു, നീ എന്നാ തീരുമാനിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിൽ കയറണമെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിൽ കയറിയൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെന്തിക്കോസിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെന്തിക്കോസിലെ പള്ളിയിൽ പോകാനത്തില്ല, പെന്തിക്കോസിലേ പോകത്തുള്ളൂ. കാരണം സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ വചനം അനുസരിച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വചനത്തിൻ്റെ സത്യം നമ്മൾ അനുസരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പപ്പ പറഞ്ഞേടാ, ഞങ്ങളുമൊക്കെ പള്ളിയിൽ സ്വർഗത്തിൽ പോകാനുള്ളവരല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോവുകയോ പോകാതിരിക്കുമോ, പോകുന്നവരായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ വചനം അനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് പെന്തിക്കോസിൽ പോയാലേ വചനം അനുസരിച്ച് അതിൻ്റെ നിലയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും അവിടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഇവിടെ കയറാൻ പറ്റത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. പൊക്കോളാൻ പറയുമ്പോൾ എനിക്കൊരു സങ്കടമായിട്ട് തോന്നിയില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും എൻ്റെ ഡ്രസ്സൊക്കെ തരാമോ എന്ന് ചോദിച്ചു. കയറി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വരയ്ക്കകത്ത് കയറി പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും എൻ്റെ എല്ലാം കൂടെ ഒരു ബാഗിനകത്ത്, ഒരു 40 രൂപയുടെ ഒരു ബാഗ്. ഞാൻ അതിന് മുമ്പ് ശ്രീലങ്കയ്ക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ കുവൈറ്റിൽ പോകാനായിട്ട് പോയതാണ്. ആ യാത്ര ശ്രീലങ്ക വഴി തിരിച്ച് മദ്രാസിൽ വിട്ട് തിരിച്ച് പറഞ്ഞാൽ കുവൈറ്റിൽ പോയത് നേരെ ശ്രീലങ്കയിലാണ് ഇറങ്ങിയത്. അന്നത്തെ കളിപ്പീര് പരിപാടിയായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിൽ 1 മാസം താമസിച്ച് ഞാൻ ശ്രീലങ്കയിൽ 1 മാസം താമസിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ സൗദിയിലോട്ടാണ് വിടുന്നത്, കുവൈറ്റിലല്ലോ വിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലെയിനെ കയറി ഇറങ്ങിയത് മദ്രാസിലാണ്. അപ്പോൾ ബായും എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത്, അപ്പോൾ ആ ബാഗിനകത്ത് സാധനമെല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പപ്പ ചോദിച്ചു, നീ എന്നാ തീരുമാനിച്ചു? ഞാൻ പറഞ്ഞു, വീട്ടിൽ കയറണം. അപ്പം പറഞ്ഞു, പെന്തിക്കോസിൽ പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, പെന്തിക്കോസിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ടും പാടി. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം പപ്പ എന്നോട് നീ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമോ ദുഃഖമോ ഒന്നുമല്ല തോന്നിയത്. എനിക്ക് പെട്ടെന്നൊരു പാട്ടാണ് എൻ്റെ മനസ്സിൽ കയറി വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു, പീഡകൾ അനവധി ഏറ്റവരാം സഹദേന്മാർ മൗധ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾക്കർഹതയേകണമേ എന്നുള്ള ആ പാട്ടെൻ്റെ ഉള്ളിൽ വന്നു. കാരണം ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരികയാണ്, പീഡകൾ അനുഭവിച്ച അപ്പോസ്തലന്മാരെ പോലെ എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ളതായ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, 5 പൈസയുടെ സ്വത്ത് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പാട്ടാണ് വന്നത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് പാട്ട് പാടി, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. അപ്പോൾ എന്നോട് പപ്പ പറഞ്ഞു, ആ ദൈവം നിന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്ന കണ്ടപ്പം പുള്ളി പറഞ്ഞു, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി തിരിച്ചു പോരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലേ വരാം, ഇതിപ്പോൾ എന്തായാലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പാട്ട് ഹൃദയത്തിലേക്ക് വന്നു. വൃതപൊടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടുകൂടെ നിൻസ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയേകണമേ എന്ന പാട്ട് എൻ്റെ മനസ്സിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പള്ളിയിൽ പോയി കൊയറിൽ ചേർന്നതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പാട്ടുകളും ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിച്ചതെല്ലാം പിന്നെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് അത് ഇടപെടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ വീട് വിട്ട് അവിടുന്ന് ബായും എല്ലാം എടുത്ത് പോവുകയാണ്. ഞാൻ ബായും എടുത്തുകൊണ്ട് പോകുമ്പം സ്തേഫാനോസ് സഹദായുടെ പള്ളിയുടെ വാതിൽക്കൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്.
ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സ്തേഫാന സഹോദരനോട് ഇങ്ങനെ പറയുകയാണ്, അതെ, അങ്ങ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു സ്വർഗ്ഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. ദൈവത്തെ എങ്ങനെ ഈ പള്ളിക്കകത്ത് കൊണ്ട് വെക്കാൻ ഒക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങയെ കല്ലെറിഞ്ഞു വന്നു. ഞാൻ ഇന്ന് സത്യമായിട്ട് അവരോട് പറയുന്നു, പാപം ചെയ്യാതെ ലോകത്തിൻ്റെ മോഹങ്ങളുടെ മുന്നാലെ യാത്ര ചെയ്യാതെ പരമാർത്ഥതയോടെ ജീവിക്കണം എന്ന് പറയുമ്പം എന്നെ ഇറക്കി വിട്ടു. അതുകൊണ്ട് ഞാൻ കർത്താവെ അങ്ങയുടെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് വീട് വിട്ട് അവിടുന്ന് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ചങ്ങനാശ്ശേരി ചെന്നു. തമ്പിച്ചാൻ്റെ അടുക്ക് പറഞ്ഞു, എന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടു, ഞാൻ ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ പുറകോട്ടുള്ളതൊന്നും ചിന്തിക്കുന്നില്ല, മുന്നോട്ടുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ തമ്പിച്ചാൻ്റെ കൂടെ താമസിക്കാനായിട്ട് അവിടെ അവരുടെ വീടല്ലേ, ഒത്തിരി പിള്ളേരും കാര്യങ്ങളും പ്രസ്ഥാനമൊക്കെ ആയതുകൊണ്ട് ബൈബിൾ സ്കൂളിലെ പിള്ളേരുടെ കൂടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂൾ പിള്ളേരുടെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങി. അന്നേരം ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെടാതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടുത്തെ ബൈബിൾ വായിക്കും, പകലും രാത്രിയും ബൈബിൾ വായിക്കും, അവരുടെ ക്ലാസ് നടക്കുന്നിടത്ത് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കും. അങ്ങനെ മുന്നോട്ട് പിന്നെ തമ്പിച്ചാൻ്റെ കൂടെ കൺവെൻഷനൊക്കെ നടക്കുന്നിടത്ത് പോകും, പലയിടത്തും സാക്ഷ്യം പറയാനായിട്ട് അവസരം തരും, സാക്ഷ്യം പറയും. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞാൻ ഒക്ടോബറിലാണ് വീട് വിട്ടിറങ്ങുന്നത്. ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് വചനം കുറേ മനസ്സിലായി, സ്നാനപ്പെടണമെന്ന് മനസ്സിലായി. അപ്പം ഞാൻ തമ്പിച്ചാനോട് പറഞ്ഞു എനിക്ക് സ്നാനം വേണം. അപ്പം തമ്പിച്ചാനോട് പറഞ്ഞു എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി വെളിയനാട്ട് കൊണ്ടുപോയി സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ വെളിയനാടെന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറയുമ്പം ഭയങ്കര എതിർപ്പും പ്രശ്നമൊക്കെ അവിടെ ഉണ്ട്. കാരണം ഇതിനിടയിൽ പല ഞായറാഴ്ചകളിൽ ഉച്ച കഴിയുമ്പം തമ്പിച്ചാൻ്റെ കൂടെ പരസ്യത്തിന് അവിടെ അന്ന് ഞങ്ങൾക്കൊരു ബോട്ടുണ്ട്, ന്യൂ ഇന്ത്യ ചർച്ച കൂടിന് ഒരു ബോട്ടുണ്ട്. അപ്പോൾ കുട്ടനാട്ടിലെല്ലാം പരസ്യം നടത്താൻ പോകും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു ഞായറാഴ്ച പരസ്യം നടത്താൻ പോയി. അപ്പം പാട്ടുകാരൻ അന്ന് രാജു എന്ന് പറയും, മാവേലിക്കര രാജു എന്ന് പറയുന്ന രാജുവും ഏലിയാമയും അവർ പാട്ടുകൾ പാടുന്നവരാണ്. അന്ന് ഗിറ്റാറും കുറേ തമ്പിച്ചാനും ഞങ്ങളും എല്ലാവരും കൂടെ വെളിയനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പരസ്യം നടത്താൻ പോയി. പരസ്യം നടത്താൻ ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആളും പേരും എല്ലാം കൂടെ കൂടി. അപ്പം ഞാൻ പെന്തിക്കോസിൽ പോയതിൻ്റെ ദേഷ്യമായിട്ട് എല്ലാവരും ഇരിക്കുക. അപ്പം അതിന് 1-2 പ്രാവശ്യം ഞങ്ങൾ റോഡ് ആറ്റിൽ കൂടെ ബോട്ടിൽ കൂടെ പരസ്യം നടത്തിയത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരും പള്ളിക്കാരും എല്ലാം അതിനെതിരായിട്ട് ആളുവിനെ കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങളിത് കരക്കൂടെ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ ചുറ്റുമായിട്ട് കൂടി. അപ്പം ഞങ്ങളൊരു കടയുടെ വാതിക്കൽ വന്ന് പാട്ടൊക്കെ പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി. ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ കൂവും കുറുക്കുവിളിയും എന്ന് വേണ്ട ബഹള ശല്യമായി. അപ്പം ഡോക്ടർ ബേബിച്ചാൻ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം തമ്പിച്ചായൻ്റെ താടിക്ക് പിടിക്കാനായിട്ട് എൻ്റെ പപ്പ ഒക്കെ വരുമ്പം ആളുകളെല്ലാം കൂടെ തടഞ്ഞു അവിടെ നിന്നെല്ലാം മാറി. അവർ വലിയ ജാഥ പോലെ വേറെ വാക്കുകളൊക്കെ വിളിച്ച് പറഞ്ഞ് അവരും ഞങ്ങളും എല്ലാം കൂടെ ഒരു പ്രശ്നമുണ്ടായി. പക്ഷെ അതോടുകൂടെ ഒത്തിരി ചെറുപ്പക്കാർക്ക് താല്പര്യം തോന്നി, അവിടെ വരണമെന്ന് തോന്നി. അങ്ങനെ കുറേ ചെറുപ്പക്കാരൂടെ എന്ത് ചെയ്തു, വെളിയനാട്ട് വന്ന് പെന്തിക്കോസ് യോഗത്തിന് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അവിടെ ഒരു വലിയ ഉണർവിൻ്റെ കാരണമുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഇച്ചിരി പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് സ്നാനപ്പെടണമെന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു എന്നെ വെളിയനാട്ട് കൊണ്ട് സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പം ദേശത്ത് സാക്ഷിയാകാൻ. അപ്പം തമ്പിച്ചാൻ പറഞ്ഞു ഇപ്പം നീ അങ്ങോട്ട് ചെല്ലാക്കി അവരെല്ലാം കൂടെ കല്ല് പെറുക്കി നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പം നമ്മുടെ തലയിലോട്ടുള്ള കരികിലൂടെ പെറുക്കിയിടും അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു ആറ്റിലാണ് സ്നാനപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നത്.